നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ 54 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കൈതക്കാട്ടിൽ ഉപേക്ഷിച്ച് കടന്നയാൾ പിടിയിൽ. അസം സ്വദേശി ഫിർദോസ് അലിയാണ് പിടിയിലായത്. കൊച്ചി സിറ്റി പോലീസാണ് ഇയാളെ പിടികൂടിയത്. ലഹരി കേസിൽ നേരത്തെ അറസ്റ്റിലായ ഇയാൾ ഏതാനും മാസം മുൻപാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. പൊന്നുരുന്നി റെയിൽവേ ഷെഡിംഗ് കേന്ദ്രത്തിന് സമീപത്ത് വെച്ചാണ് 54 വയസ്സുകാരിയെ ഇയാൾ ബലാത്സംഗം ചെയ്തത്. ആലപ്പുഴ സ്വദേശിയായ സ്ത്രീയാണ് ബലാത്സംഗത്തിന് ഇരയായത്. ഇവർ റെയിൽവേ സ്റ്റേഷനിൽ താൽക്കാലിക ജീവനക്കാരിയാണ്. പ്രതി 10 വർഷമായി എറണാകുളം റെയിൽവേ കോളനിയിൽ താമസിച്ചു വരികയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എറണാകുളം ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായാണ് വിവരം. ബുധനാഴ്ച വൈകിട്ട് 5:30 പൊന്നുരുന്നി റെയിൽവേ ട്രാക്കിനരികിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. കൈദികൾ നിറഞ്ഞു നിൽക്കുന്ന റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് കരച്ചിൽ കേട്ട നാട്ടുകാർ കമ്മട്ടിപ്പാടം റെയിൽവേ ട്രാക്കിന് സമീപം പരിശോധന നടത്തുകയായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിലും ശരീരത്തിലും ഗുരുതരമായി പരിക്കേറ്റ അവശ്യ നിലയിൽ ഒരു സ്ത്രീയെ ട്രാക്കിന് സമീപം ഇവർ കണ്ടെത്തുകയായിരുന്നു. ഉടനെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. സ്ത്രീ അപകടനില തരണം ചെയ്തെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ബലാത്സംഗത്തിന് ശേഷം കമ്മട്ടിപ്പാടം റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പിടിയിലായ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് പരിചയപ്പെട്ട പ്രതി ആലുവയിലേക്ക് പോകുകയായിരുന്ന സ്ത്രീയെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഇറക്കാമെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. വണ്ടിയിൽ നിന്നും ഇറക്കാതെ പ്രതി സ്ത്രീയെ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കൈതക്കൂട്ടത്തിന് സമീപത്തെത്തിച്ച് മണിക്കൂറുകളോളം ക്രൂര പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ശബ്ദം വെച്ചാൽ കൊന്നുകളയുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി. പിന്നീട് ഇയാൾ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. 54-കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ ആദ്യം കണ്ടെത്താനായില്ല. 2 ദിവസമായി സ്വിച്ച് ഓഫ് ആയിരുന്ന ഇയാളുടെ നമ്പർ ശനിയാഴ്ച വീണ്ടും ആക്റ്റീവായതോടെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. തുടർന്ന് കലൂർ ഭാഗത്ത് നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. അതേസമയം പാലക്കാട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി സെന്തിൽ കുമാർ അറസ്റ്റിലായി. കഞ്ചിക്കോടാണ് സംഭവം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരിയാണ് ഇയാൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നാട്ടുകാരാണ് ഇയാളെ പിടികൂടിയത്. തുടർന്ന് പോലീസിന് കൈമാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.